പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. കേരളീയ രംഗകലകളുടെ പ്രചാരണവും ഉന്നമനവും ലക്ഷ്യമിട്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ദുബായിലും കേരളത്തിലും പ്രവർത്തിക്കുന്ന തിരനോട്ടം ഒരുക്കുന്ന അരങ്ങ് 2026 ആഗസ്റ്റ് 8-9 തീയതികളിൽ നടക്കും. ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിന്റെ സംഘാടനത്തിൽ ക്രൈസ്റ്റ് കോളേജ് IKSS സെല്ലിന്റെയും ഭാരതീയ വിദ്യാഭവന്റെയും സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രസിഡന്റ് രമേശൻ നമ്പീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 8 രാവിലെ 9:30 നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ TA നാസർ, ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രോസ്, ഭാരതീയ വിദ്യാഭവൻ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ C നന്ദകുമാർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് 10:30 ഡോക്ടർ അപർണ നങ്ങ്യാരും സംഘവും അവതരിപ്പിക്കുന്ന സന്താനഗോപാലം ദശമം കൂത്ത് അരങ്ങേറും. ഉച്ചതിരിഞ്ഞ് 12:30 പ്രഗത്ഭ കലാകാരന്മാർ പങ്കെടുക്കുന്ന 4 നോക്ക് പുറപ്പാടും ഇരട്ടമേളപ്പദവും കലാ കായികവധം കഥകളിയും അരങ്ങേറും. ആഗസ്റ്റ് 9 രണ്ടാം ദിനത്തിലെ പരിപാടികൾക്ക് ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാൻ വേണു രാജമണി ദീപം തെളിയിക്കുന്നതോടെ തുടക്കമാകും. കഥകളി കലാകാരന്മാരായ കലാനിലയം ഗോപാലകൃഷ്ണൻ, അണിയറ കലാകാരന്മാരായ ചേർത്തല പ്രശാന്ത് കുമാർ എന്നിവർക്ക് ഗുരുദക്ഷിണ സമർപ്പണം നടക്കും. രാവിലെ 10:30 കലാമണ്ഡലം സംഗീത പ്രസാദ് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ട കച്ചേരി, ഉച്ചയ്ക്ക് കേരള കലാമണ്ഡലം അവതരിപ്പിക്കുന്ന ഭഗവത ജുഗം കൂടിയാട്ടം, വൈകിട്ട് പ്രശസ്ത കലാകാരന്മാരെ അണിനിരത്തി നിഴൽക്കൂത്ത് കഥകളി എന്നിവ നടക്കും. തിരനോട്ടത്തിനു വേണ്ടി PS രാമസ്വാമി, ശശികുമാർ തോട്ടപ്പുറം, ക്രൈസ്റ്റ് കോളേജിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ വിനീത ജയകൃഷ്ണൻ, ഭാരതീയ വിദ്യാഭവൻ ചെയർമാൻ TA നായർ, എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ C നന്ദകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ദുബായ് ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സംഘടന ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. രമേശൻ പറഞ്ഞതുപോലെ ഒരു 2 പതിറ്റാണ്ടായിട്ട് ദുബായിലും അതേപോലെ കേരളത്തിലും വളരെ നല്ല രീതിയിൽ കലാപരിപാടികൾ, കഥകളി തുടങ്ങിയ പരിപാടികൾ അവതരിപ്പിച്ചു വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം അഭിമാനം തരുന്ന ഒരു വസ്തുതയാണ്. ഇക്കൊല്ലവും ഇവിടെ ഓഗസ്റ്റ് 8-9 തീയതികളിലാണ് അരങ്ങ് എന്നുള്ള 2 ദിവസത്തെ പരിപാടികളായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വളരെ പുതുമയേറിയതും വൈവിധ്യവുമാർന്ന കലാപരിപാടികളാണ് ഇത്തവണ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് കോളേജും അതുപോലെ ഭാരതീയ വിദ്യാഭവൻ എന്ന സ്ഥാപനവും ആയിട്ട് സംയുക്തമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. മാത്രമല്ല എല്ലാ കൊല്ലത്തെയും പോലെ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബാണ് ഇതിൻ്റെ സംഘാടക ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവരുമായിട്ട് സഹകരിച്ച് ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ഇത് നടത്താൻ പറ്റി വരുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഭാഗ്യം ഉള്ള ഒരു വസ്തുതയായിട്ടാണ് പറയാനുള്ളത്. പിന്നെ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 8-9 തീയതികളിൽ ഭാരതീയ വിദ്യാഭവൻ ഇരിങ്ങാലക്കുട വെച്ചിട്ടാണ് പരിപാടികൾ നടത്തുന്നത്. സഹൃദയരായിട്ടുള്ള കലാസ്വാദകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ പരിപാടികൾ വന്ന് കണ്ട് സഹകരിച്ച് ആസ്വദിക്കുക എന്നുള്ളതാണ്. 2 ദിവസവും നിങ്ങൾ എല്ലാവരുടെയും. പടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ക്ലീൻ പടിയൂർ പദ്ധതിക്കും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കുമായി ഫെഡറൽ ബാങ്ക് CSR ഫണ്ട് വഴി ലഭ്യമാക്കിയ വാഹനത്തിന്റെ കൈമാറ്റ ചടങ്ങും സബ് സെന്റർ നിർമ്മാണത്തിനായി 4 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ഓലക്കോട് മക്കായി മാസ്റ്ററുടെ ഭാര്യ കുഞ്ഞുബൈവാത്തുവിൽ നിന്നും സ്ഥലത്തിന്റെ രേഖകൾ ഏറ്റുവാങ്ങുന്ന ചടങ്ങും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP കണ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, വൈസ് പ്രസിഡന്റ് ആലിസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമ രാമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിതിൻ ഗോപി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുധ ദിലീപ്, ഈശ്വരി ജയൻ, ഹജീഷ് KV, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ ജോയ് സ്വാഗതവും സെക്രട്ടറി ഷാബു PV നന്ദിയും പറഞ്ഞു. പടിയൂർ പദ്ധതി എന്ന ബൃഹത്തായ പദ്ധതിക്ക്
ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സഹായ സഹകരണമാണ് ഈ വാക്ക് അവർകളെയും രേഖ ഏറ്റുവാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട ദീർഘവർഷങ്ങളായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് ഫെഡറൽ ബാങ്ക് എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുകൾ പോലെ ഒരു ജനാധിപത്യ സംവിധാനം ഇവർക്കില്ല. അങ്ങനെ ജനങ്ങളുമായിട്ട് അങ്ങനെ ഇടപഴകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഇവർക്ക് കുറവാണ്. ബാങ്കും അതുപോലെ തന്നെ ഇടപാടുകാരും തമ്മിലുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരുമായിട്ടുള്ള ഇവിടുത്തെ ഇടപാടുകാരുമായിട്ടുള്ള ഒരു ബന്ധമാണ് നിലനിർത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ദീർഘകാലമായി ഈ സ്ഥാപനം നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴിതാ അതിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രവർത്തന പന്ഥാവിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്തായാലും അതിന് മുൻകൈ എടുത്തു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച ആവശ്യം അതേ അർത്ഥത്തിൽ ഏറ്റെടുക്കുന്നതിനും സന്തോഷപൂർവം അത് യാഥാർത്ഥ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് അതിന് നിങ്ങൾ ഒരുമിച്ച് അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റും നൽകുന്ന ഫണ്ട് മാത്രം പോരാ. മറ്റ് ഇതര ഏജൻസികളിൽ നിന്നുള്ള ഫണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എന്ന് എല്ലാ സന്ദർഭങ്ങളിലും എല്ലായ്പ്പോഴും നമ്മുടെ വാർഷിക പദ്ധതി രൂപീകരണ വേളയിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വാർഷിക പദ്ധതി കാട്ടൂർ കാട്ടിലപ്പീടികയിൽ ഹംസ ഭാര്യ ജുമൈല അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് പൊഞ്ഞനം ജുമാ മസ്ജിദിൽ നടക്കും. അസീം, ബിന്ദു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.